UDF പ്രവേശന ചർച്ചകൾക്കിടെ PV അൻവർ MLA പാണക്കാട് തറവാട്ടിലെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അൻവർ പാണക്കാട്ടെത്തിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് അൻവർ നിർണായക രാഷ്ട്രീയ നീക്കമെന്ന നിലയിൽ പാണക്കാട്ടേക്ക് എത്തിയത്. അതേസമയം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കരുതലോടെയാണ് സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. UDFനെ ശക്തിപ്പെടുത്താനുള്ളതെല്ലാം ചെയ്യും, ശക്തിക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും മാത്രമാണ് തങ്ങൾ പറഞ്ഞത്. എന്നാൽ താൻ വനനിയമ ഭേദഗതി ബില്ലിന് എതിരായ പ്രതിഷേധത്തിന് പിന്തുണ തേടിയാണ് പാണക്കാട്ട് എത്തിയതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും അൻവർ പറഞ്ഞു. നേരത്തെ അൻവറിന്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെ PV അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനാണെന്നും ഇപ്പോൾ കാണുന്നത് കാവ്യനീതിയാണെന്നും സതീശൻ പറഞ്ഞു. അൻവറിന്റെ കാര്യത്തിൽ UDF തീരുമാനം എടുക്കണം, ഒറ്റയ്ക്കെടുക്കാനാകുന്ന തീരുമാനം അല്ല. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പണം ഞങ്ങൾ തരും. അതേസമയം അൻവറിന്റെ UDF പ്രവേശനം തള്ളാതെ കൺവീനർ MM ഹസൻ. അൻവറിന്റെ കാര്യത്തിൽ UDF ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അൻവറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാം, അപ്പോൾ ചർച്ച ചെയ്യും. UDF യോഗം ചേരുമ്പോൾ ഏതെങ്കിലും കക്ഷി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം PV അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യം UDFൽ സജീവമായി തന്നെ ഉയരുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ അൻവർ ജാമ്യം കിട്ടി തിങ്കളാഴ്ച വൈകിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനനിയമ ഭേദഗതിക്കെതിരെ അൻവർ ആഞ്ഞടിച്ചിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതാണ് ഭേദഗതി ബില്ലെന്നും നിയമം പാസ്സായാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി. വനനിയമ ഭേദഗതിയുടെ ഭീകരത അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ. വന്യജീവി ആക്രമണം സ്വാഭാവിക പ്രതിഭാസമാണെന്നാണ് സർക്കാർ നിലപാട്. മനുഷ്യരെ കൊലക്ക് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. റവന്യൂ വകുപ്പ് കൈമാറിയ ഭൂമികളിൽ വനവൽക്കരണം നടത്തി. ജനങ്ങൾ പോയി വനത്തിൽ വീട് വെച്ചതല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ വന്ന് കാട് നിർമ്മിച്ചതാണെന്നും അൻവർ പറഞ്ഞു. മൃഗങ്ങളെ ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. കാർബൺ ഫണ്ടിൽ നിന്ന് 10 പൈസ പോലും ജനങ്ങൾക്ക് കിട്ടിയില്ല. 10,000 ഹെക്ടർ കേരളത്തിൽ വനം വർദ്ധിച്ചു. ഭൂമി ഇവിടെ പെറ്റുപെരുകുന്നുണ്ടോ? സെക്രട്ടേറിയറ്റിന് അകത്തുവരെ പുലി വരുന്ന സാഹചര്യം ഉണ്ടാകും. വനഭേദഗതി ബിൽ നിയമമായാൽ പുഴകളുടെ നിയന്ത്രണവും വനം വകുപ്പിൻ്റെ കൈകളിലാകും. കുടിവെള്ള പദ്ധതികളെ പോലും ഇത് ബാധിക്കും. ബിൽ മറച്ചുവെച്ച് പാസാക്കാനാണ് നീക്കം നടത്തിയത്. റോഷി അഗസ്റ്റിൻ മലയോര കർഷകരുടെ രക്ഷകൻ അല്ലേ? എന്താണ് മിണ്ടാതിരിക്കുന്നത്? CPI മന്ത്രിമാർ പ്രകൃതി സ്നേഹികളല്ലേ? വനം വകുപ്പ് മന്ത്രിയെ മാറ്റാത്തതിലും അൻവർ വിമർശിച്ചു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കിയാൽ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല. അതുകൊണ്ടാണ് മന്ത്രിയെ മാറ്റാത്തത്. ക്രൈസ്തവ സമൂഹമാണ് ബില്ല് കൊണ്ട് ഏറ്റവും ദോഷം അനുഭവിക്കുന്നതെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. വനം വകുപ്പ് അതിഥി മന്ദിരങ്ങൾ തെമ്മാടിത്ത കേന്ദ്രങ്ങളാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആഡംബര വണ്ടികൾ എന്തിനാണ്? UDF നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കണം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരണം. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം. കേരളത്തിൽ നിന്നു തന്നെ ഇതിന് തുടക്കം കുറിക്കണം. അതിനുവേണ്ടി 2026 UDF അധികാരത്തിൽ വരണമെന്നും അൻവർ പറഞ്ഞു. വനനിയമ ഭേദഗതി ബില്ലിന് എതിരായ പ്രതിഷേധത്തിന് പിന്തുണ തേടി മുഴുവൻ UDF നേതാക്കളെയും കാണും. മുന്നണി പ്രവേശനം ഒന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. കേരളത്തിൽ 100ഓളം കർഷക സംഘടനകൾ ഉണ്ട്. മലയോര മേഖലയിലെ സഭകളുണ്ട്. അവരെയൊക്കെ UDF ഒരുമിച്ച് നിർത്തണം. ആദിവാസികൾക്ക് നൽകുന്ന 10ൽ 1 പോലും അവർക്ക് ലഭിക്കുന്നില്ല. ആദിവാസി ദലിത് മേഖലയിൽ UDF ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് സംബന്ധിച്ച് UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അൻവർ പറഞ്ഞു.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.